ഹായ് ഓൾ, PSC വോയേജ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നൊബേൽ പുരസ്കാരം 2024 എല്ലാ ചോദ്യപേപ്പറിലെയും ഒരു 1 മാർക്ക് കറണ്ട് അഫെയർ ആണ് നൊബേൽ പ്രൈസ്. ആദ്യത്തേത് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ്. ആർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് 2024 ലഭിച്ചത്? ഗാരി റവ്കിനും വിക്ടർ ആംബ്രോസിനുമാണ്. ഗാരി റവ്കിനും വിക്ടർ ആംബ്രോസിനുമാണ്. മൈക്രോ RNAയുടെ കണ്ടെത്തലിനും അവ ജീൻ നിയന്ത്രണത്തിൽ അഥവാ ജീൻ റെഗുലേഷനിൽ വഹിക്കുന്ന പ്രധാന പങ്കിനെ കുറിച്ചുമുള്ള ഗവേഷണത്തിനാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? 2024 നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഇപ്പം 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഗാരി റവ്കിനും വിക്ടർ ആംബ്രോസിനുമാണ്. എന്തിനാണ് ലഭിച്ചത്? മൈക്രോ RNAയുടെ കണ്ടെത്തലിനും അവ ജീൻ റെഗുലേഷനിൽ വഹിക്കുന്ന പങ്കിനെ കുറിച്ചുമുള്ള ഗവേഷണത്തിനാണ്. ഇത് നമുക്ക് എങ്ങനെ ഒരു കോഡായിട്ട് ഓർത്തിരിക്കാം? അതായത് വിക്ടർ മെഡിസിൻ ഇട്ടത് ക്യാരി ബാഗിലാണ് എന്ന് ഓർത്ത് വെക്കുക. എന്താണ്? വിക്ടർ മെഡിസിൻ ഇട്ടത് ക്യാരി ബാഗിലാണ്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? വിക്ടർ ആംബ്രോസ് കിട്ടും. മെഡിസിൻ വൈദ്യശാസ്ത്ര രംഗത്താണ് അവർക്ക് അവാർഡ് കിട്ടിയതെന്ന് കിട്ടും. ക്യാരി ബാഗിൽ നിന്ന് എന്ത് കിട്ടും? ഗാരി റവ്കിനും കിട്ടും. അപ്പോൾ വിക്ടർ മെഡിസിൻ ഇട്ടത് ക്യാരി ബാഗിലാണ് എന്ന് ഓർത്ത് വെക്കുക. വിക്ടർ ആംബ്രോസും ഗാരി റവ്കിനും എന്തിനാണ് അവർക്ക് അവാർഡ് കിട്ടിയത്? മൈക്രോ RNAയുടെ കണ്ടെത്തലിനും അവ ജീൻ റെഗുലേഷൻ അഥവാ ജീൻ നിയന്ത്രണത്തിൽ വഹിക്കുന്ന പ്രധാന പങ്കിനെ കുറിച്ചുമുള്ള ഗവേഷണത്തിനാണ്. ഇനി ഇവരെന്തിലാണ് ഗവേഷണം നടത്തിയത്? സിനോറോബ്ഡിറ്റീസ് എലഗൻസ് എന്ന് പറയുന്ന ഉരുണ്ട വിരകളിലാണ് ഇവർ ഗവേഷണം നടത്തിയത്. എന്തിലാണ് ഗവേഷണം നടത്തിയത്? സിനോറോബ്ഡിറ്റീസ് എലഗൻസ് എന്ന് പറയുന്ന ഉരുണ്ട വിരയിലാണ്, റൗണ്ട് വേമിലാണ് ഗവേഷണം നടത്തിയത്. അപ്പം മറന്നു പോകരുത്, വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ കിട്ടിയത് ആർക്കാണ്? വിക്ടർ ആംബ്രോസിനും ഗാരി റവ്കിനുമാണ്. വിക്ടർ മെഡിസിൻ ഇട്ടത് ക്യാരി ബാഗിലാണ്, ഓർത്ത് വയ്ക്കുക. അടുത്തത് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ്. ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് 2 പേർക്കാണ്. ആർക്കൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണുമാണ്. അപ്പോൾ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണുമാണ്. ജോൺ ഹോപ്ഫീൽഡ് US അമേരിക്കക്കാരനാണ്. ജെഫ്രി ഹിൻഡൺ ബ്രിട്ടീഷ് കനേഡിയൻ വംശജനുമാണ്. ഇനി എന്തിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് അടിസ്ഥാനമൊരുക്കിയ കണ്ടെത്തലിനാണ് ഇവർക്ക് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. എന്തിനാണ് ലഭിച്ചത്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക്, ആ വാക്ക് അവിടെ ഓർത്തിരിക്കണം. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് അഥവാ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് അടിസ്ഥാനമൊരുക്കിയ കണ്ടെത്തലിനാണ് ആർക്കൊക്കെ അവാർഡ് ലഭിച്ചത്? ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണും അവാർഡ് ലഭിച്ചത്. ഇത് നമുക്ക് എങ്ങനെ ഒരു കോഡായിട്ട് കണക്ട് ചെയ്യാം? അതായത് ജെഫ്രിക്ക് ഫിസിക്സിൽ ഹോപ്പ് ഉണ്ട് എന്നാലോചിക്കുക. അപ്പോൾ ജെഫ്രിക്ക് എന്തുണ്ട്? ഫിസിക്സിൽ ഹോപ്പ് ഉണ്ട് എന്നാലോചിക്കുക. അതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും? ജെഫ്രി ഹിൻഡണും കിട്ടും, ജോൺ ഹോപ്ഫീൽഡും കിട്ടും. എന്താണ് കോഡ്? ജെഫ്രിക്ക് ഫിസിക്സിൽ ഹോപ്പ് ഉണ്ട് എന്നാലോചിക്കുക. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ജെഫ്രി ഹിൻഡണും കിട്ടും, ജോൺ ഹോപ്ഫീൽഡും കിട്ടും. ഇനി എന്തിനുള്ള ഗവേഷണത്തിലാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് അടിസ്ഥാനം വികസിപ്പിച്ചതിനാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? അവാർഡ് കിട്ടിയത്. 2 AI ശാസ്ത്രജ്ഞർക്കാണ് അല്ലേ 2024 നൊബേൽ പ്രൈസ് കിട്ടിയത്. അടുത്തത് രസതന്ത്ര നോബലാണ്. രസതന്ത്ര നോബൽ ഇത്തവണ 3 പേർക്കാണ് ലഭിച്ചത്. അപ്പോൾ കെമിസ്ട്രിയിലെ നൊബേൽ പ്രൈസ് ഇത്തവണയും 3 പേർക്കാണ് ലഭിച്ചത്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഡേവിഡ് ബെക്കർക്കും UK ശാസ്ത്രജ്ഞനായ ഡെമിസ് ഹസാബിസിനും
ജോൺ എം ജംബറിനുമാണ് എന്ത് കിട്ടിയത്? രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ ഡേവിഡ് ബക്കറിനും ഡെമിസ് ഹസാബിസിനും ജോൺ എം ജംബറിനുമാണ് എന്ത് കിട്ടിയത്? 2024 രസതന്ത്ര നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇത് നമുക്കൊരു കോഡ് പോലെ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അതായത് ഡെമിസിൻ്റെ ബക്കറ്റ് ജമ്പ് കാണാൻ രസമുണ്ട്. എന്താണ്? ഡെമിസിൻ്റെ ബക്കറ്റ് ജമ്പ് കാണാൻ രസമുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെ കിട്ടും? ഡെമിസ് ഹസാബിസ് കിട്ടും. അതുപോലെ തന്നെ ബക്കറ്റിൽ നിന്ന് ബക്കർ ആലോചിച്ചോണം. ഇപ്പോൾ ഡേവിഡ് ബേക്കർ കിട്ടും. അതുപോലെ തന്നെ ജോൺ എം ജംബറും കിട്ടും. അപ്പോൾ ജമ്പിൽ നിന്ന്. അപ്പോൾ എന്താണ്? ഡെമിസിൻ്റെ ബക്കറ്റ് ജമ്പ് കാണാൻ രസമുണ്ട് എന്ന് പറയുന്ന കോഡ് വെച്ച് ആലോചിച്ച് വെക്കുക. എന്തിനാണ് ഇവർക്ക് അവാർഡ് കിട്ടിയത്? ഡേവിഡ് ബേക്കർക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനാണ് അവാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ UK ശാസ്ത്രജ്ഞനായ ഡെമിസ് ഹസാബിസിനും ജോൺ എം ജംബറിനും എന്തിനാണ് അവാർഡ് കിട്ടിയത്? പ്രോട്ടീൻ ഘടന കണ്ടുപിടിച്ചതിനാണ് അവാർഡ് കിട്ടിയത്. അതായത് പ്രോട്ടീൻ ഘടന പ്രവചിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആൽഫ ഫോൾഡ് എന്ന് പറയുന്ന AI മോഡൽ വികസിപ്പിച്ചു. അതിനാണ് ആർക്ക് അവാർഡ് കിട്ടിയത്? UK ശാസ്ത്രജ്ഞനായ ഡെമിസ് ഹസാബിസിനും ജോൺ എം ജംബറിനും അവാർഡ് കിട്ടിയത്. ഫോർ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷനാണ് അവർക്ക് അവാർഡ് കിട്ടിയത്. ഡേവിഡ് ബക്കർക്ക് എന്താണ് കിട്ടിയത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് രസതന്ത്ര നൊബേൽ പ്രൈസ് കിട്ടിയത്. 1990 കണ്ടുപിടിച്ച റോസെറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ഡേവിഡ് ബേക്കർ ചെയ്തത്. 2023 നൊബേൽ പ്രൈസ് രസതന്ത്രത്തിന് കിട്ടിയത് ആർക്കായിരുന്നു? മൗഗി ജി ബവേൻഡി, ലൂയി ഇ ബ്രൂസ്, അലക്സി ഐ എക്കിമോവ് എന്നിവർക്കായിരുന്നു. അതെന്തിനായിരുന്നു? ക്വാണ്ടം ഡോട്ട് അതുപോലെ തന്നെ നാനോ പാർട്ടിക്കിൾസ് എന്നിവയുടെ കണ്ടുപിടുത്തത്തിനാണ് 2023 നൊബേൽ പ്രൈസ് അവർക്ക് രസതന്ത്രത്തിന് കിട്ടിയത്. അടുത്തത് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം 2024 കിട്ടിയത് ആർക്കാണ്? ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാൻ കാങ്ങിനാണ്. അപ്പോൾ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാൻ കാങ്ങിനാണ് എന്ത് ലഭിച്ചത്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ദക്ഷിണ കൊറിയയിലേക്ക് എത്തുന്ന ആദ്യത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് കൂടിയാണ് ഇത് ഹാൻ കാങ്ങിന് കിട്ടിയത്. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിൻ്റെ ദുർബലതകളെ തുറന്നു കാട്ടുകയും ചെയ്യുന്ന തീഷ്ണതയുള്ള കാവ്യാത്മക ഗദ്യമാണ് ഹാൻ കാങ്ങിൻ്റേതെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി. ഇവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ദ വെജിറ്റേറിയൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ആഡ്സ്, ദ വൈറ്റ് ബുക്ക്, ഇതൊക്കെയാണ് ഇവരുടെ പ്രശസ്തമായ നോവലുകൾ. ഇതിൽ ദ വെജിറ്റേറിയന് 2016 മാൻ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പ്രശസ്തമായ കൃതികൾ? ദ വെജിറ്റേറിയൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ആഡ്സ്, ദ വൈറ്റ് ബുക്ക്, ഇതൊക്കെയാണ് പ്രശസ്തമായ കൃതികളെന്ന് പറയുന്നത്. 2023 സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കായിരുന്നു? ജോൺ ഫോസിനാണ്. പുള്ളിയുടെ ഫേമസ് വർക്ക്സ് ഏതൊക്കെയായിരുന്നു? റെഡ് ബ്ലാക്ക്, സെപ്റ്റോളജി, മെലങ്കളി, ഇതൊക്കെയായിരുന്നു ജോൺ ഫോസയുടെ ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യത്തിനുള്ള 2024 നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഹാൻ കാങ്ങിനാണ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ്. ഫേമസ് ബുക്സ് ഏതൊക്കെയാണ്? ദ വൈറ്റ് ബുക്ക്, ഹ്യൂമൻ ആഡ്സ്, ദ വെജിറ്റേറിയൻ എന്നൊക്കെ പറയുന്നതാണ്. അടുത്തത് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ്. ഇത്തവണ ജപ്പാനിലെ സന്നദ്ധ സംഘടനയായ നിഹോൺ ഹിഡൻക്യോയ്ക്കാണ് അവാർഡ് കിട്ടിയത്. അപ്പോൾ 2024 നൊബേൽ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? നിഹോൺ ഹിഡൻക്യോയ്ക്കാണ് 2024 പീസ് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഇതെങ്ങനെ കോഡായിട്ട് ഓർത്ത് വെക്കാം? ഹിഡൻ പീസ് എന്ന് ആലോചിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് ഹിഡൻക്യോ കിട്ടും.
ഹിഡൻ പീസ്. അപ്പോൾ നിഹോൺ ഹിഡൻക്യോയ്ക്കാണ് 2024 നൊബേൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണിത്. അപ്പോൾ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് ഏത്? നിഹോൺ ഹിഡൻക്യോ. എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ആണവായുധ വിമുക്ത ലോകത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആണവായുധ വിമുക്ത ലോകം എന്ന് പറയുന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതിന് ആണ് ഇവർക്ക് എന്ത് കിട്ടിയത്? പുരസ്കാരം, നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഇനി ഇവരെ ഹിബാകുഷ എന്നും അറിയപ്പെടുന്നു. അതായത് ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് ഹിബാകുഷയുടെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ എന്തും കൂടി അറിയപ്പെടുന്നുണ്ട്? ഹിബാകുഷ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ഹിഡൻ പീസ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതിൽ നിന്ന് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ആർക്കാണ്? നിഹോൺ ഹിഡൻക്യോയ്ക്കാണ്. ജപ്പാനീസ് സന്നദ്ധ സംഘടനയാണ്. 2023 ആർക്കായിരുന്നു? മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള നർഗീസ് മുഹമ്മദിക്കായിരുന്നു. സ്ത്രീ പീഡനത്തിനെതിരെയുള്ള പോരാട്ടത്തിനാണ് അവർക്ക് അന്ന് പുരസ്കാരം ലഭിച്ചത്. ഇത്രയും ഓർത്ത് വെക്കുക. അപ്പോൾ ജപ്പാനീസ് സന്നദ്ധ സംഘടനയായിട്ടുള്ള നിഹോൺ ഹിഡാൻക്യോയ്ക്കാണ് 2024 നൊബേൽ പ്രൈസ് സമാധാനത്തിന് ലഭിച്ചത്. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പ്രൈസ് ഡാരൻ എയ്സ്മോഗ്ലു, സിംസൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് കിട്ടിയത്. എന്തിനാണ് പുരസ്കാരം ലഭിച്ചത്? രാഷ്ട്രങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വം സംബന്ധിച്ച പഠനത്തിനാണ് ഇവർക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ പുരസ്കാരം എന്തിനാണ്? രാഷ്ട്രങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വം സംബന്ധിച്ച പഠനത്തിനാണ് അവാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടുത്തലും അവ രാജ്യ പുരോഗതിയിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്നതും ഇവരുടെ ഗവേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? ഡാരൻ എയ്സ്മോഗ്ലു, സിംസൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. ഇതെങ്ങനെ ഓർത്തു വെക്കാം? ഡാരനും സിംസണും സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് റോബറിക്ക് ഇറങ്ങി. സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഡാരനും സിംസണും റോബറിക്ക് ഇറങ്ങി എന്ന് ആലോചിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് ഡാരൻ എയ്സ്മോഗ്ലു, സിംസൺ ജോൺസൺ, അതുപോലെ തന്നെ റോബറിക്ക് ഇറങ്ങി. അതിനകത്തുനിന്ന് റോബിൻസൺ, ജെയിംസ് എ റോബിൻസൺ എന്ന പേരും ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഡാരനും സാംസണും സാമ്പത്തികമില്ലാത്തത് കൊണ്ട് റോബറിക്ക് ഇറങ്ങി എന്ന് ആലോചിക്കാം. അപ്പോൾ ആർക്കൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് 2024 കിട്ടിയത്? ഡാരൻ എയ്സ്മോഗ്ലു, സിംസൺ ജോൺസൺ, അതുപോലെ തന്നെ ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. രാഷ്ട്രങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വം സംബന്ധിച്ച പഠനത്തിനാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. 2023 ആർക്കാണ് കിട്ടിയത്? ക്ലോഡിയ ഗോൾഡിനായിരുന്നു. തൊഴിൽ മേഖലയിലെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിനാണ് അവർക്ക് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത്.